തൃശൂർ കോൾപ്പടവുകളിലെ നെൽകൃഷിയെ പ്രതിസന്ധിയിലാക്കുന്ന പായലും ചണ്ടിയും നീക്കം ചെയ്യാത്ത ജലസേചന വകുപ്പിന്റെ നടപടിയിൽ കർഷകരുടെ പ്രതിഷേധം. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കളക്ടർ ഇടപെട്ട് പോള നീക്കുന്നതിനുള്ള അധിക തുകയായ 95 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 30,000 ഏക്കർ വരുന്ന തൃശൂർ കോൾപ്പാടത്ത് കൃഷിക്കായി ജലസേചനം നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും ചാലുകളിൽ തടസ്സമായി നിൽക്കുന്ന പായലും ചണ്ടിയും നീക്കാൻ നടപടി ഇല്ലാതായതോടെയാണ് കോൾ കർഷകർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചായിരുന്നു കർഷകരുടെ പ്രതിഷേധം. സമരത്തിന് പിന്തുണയുമായി MLA ഗീതാ ഗോപിയും എത്തി. തൃശൂർ പൊന്നാനി സമ്പൂർണ്ണ കോൾ വികസന പദ്ധതി 1 വർഷത്തിലേറെയായി നാഥനില്ല കളരിയായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ ആരോപിച്ചു. CN ജയദേവനെ ചെയർമാനാക്കി ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നതാണ് കൃഷിക്കാരായ ആളുകളിലേക്ക് പ്രധാനപ്പെട്ട ആവശ്യം. കാരണം തൃശ്ശൂരിൻ്റെ MP എന്ന നിലയിൽ. പക്ഷേ E.T. മുഹമ്മദ് ബഷീറിനെ ചെയർമാനാക്കി അത് ഹൈക്കോടതിയിൽ ചില കേസ് കൊടുക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. തുടർന്നൊരു കമ്മിറ്റി ഇന്ന് വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉപരോധം തുടർന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ കളക്ടർ ഇടപെട്ടു. പായലും ചണ്ടിയും നീക്കം ചെയ്യാനുള്ള അധിക തുക അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം മുതൽ ചാലുകളെ പൂർവ്വസ്ഥിതിയിലാക്കി നെൽകൃഷിക്ക് ആവശ്യമായ ജലസേചനം ഒരുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ച് കർഷകർ മടങ്ങിയത്. റിപ്പോർട്ടർ, തൃശൂർ.